IVF നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ ഒരു ദിവസം മറന്നുപോയി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചോളം IVF എന്നുള്ള ജേർണി ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ജേർണിയാണ്. ഡെയിലി ബേസിസിൽ ചിലപ്പോൾ 1-2 വിധത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എന്തോ കാരണം കൊണ്ട് മറന്നുപോയി. വിൽ ഇറ്റ് ഹാവ് എനി ഇമ്പാക്ട്? അതിന് 2 വിധത്തിലുള്ള ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ IVF കൊടുക്കുന്നത്. ഒന്ന്, നമ്മൾ എഗ്ഗ് വളർത്താൻ വേണ്ടിയുള്ള ഗൊണാഡോട്രോപ്പിൻസ് പറഞ്ഞ ഹോർമോൺസ്. 2, ചിലപ്പം എഗ്ഗ് റിലീസ് ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ. അതിൽ ആദ്യം പറഞ്ഞൊരു ഇഞ്ചക്ഷൻ സപ്പോസ് നമ്മൾ ഒരു ദിവസം മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ബിക്കോസ് അടുത്ത ദിവസം നമ്മൾ അതിന്റെ ഡോസ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അത് ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഞാൻ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ യൂഷ്വലി വി വിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ, നമ്മൾ ഓവലേഷൻ ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, അത് ഇച്ചിരി ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ബിക്കോസ് അത് ചിലപ്പോൾ നമ്മൾ മറന്നുപോയാൽ എഗ്ഗ് ആസ്പിറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എഗ്ഗ് റിലീസായി പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ടോട്ടൽ IVF ഔട്ട്കമിന് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോയിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ഇഞ്ചക്ഷൻ മറന്നുപോയ പേഷ്യൻസിൽ ഒന്നും സംഭവിക്കാതെ പോയ അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അടുത്ത ദിവസം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു. എൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനാരിയോ പറയാം. ഒരു ലേഡി രാത്രിയിൽ എടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു, പക്ഷേ ആ ലേഡി ഇഞ്ചക്ഷൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഓർത്തത്, ഡോക്ടറെ ഞാൻ രാത്രി ഇഞ്ചക്ഷൻ എടുക്കാൻ മറന്നുപോയി, ഞാൻ സിനിമയ്ക്കും സെക്കൻഡ് ഷോയ്ക്ക് പോയതാ, ബിക്കോസ് ഡോക്ടർ 12 മണിക്ക് എടുക്കാൻ പറഞ്ഞിരുന്നത്. സെക്കൻഡ് ഷോയ്ക്കും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഇഞ്ചക്ഷൻ ആണ്. ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞ ഒരു 36 മണിക്കൂറിന് ശേഷമായിരിക്കും നമ്മൾ എഗ്ഗ് റിട്രീവ് ചെയ്യുക. അപ്പോൾ ആ ലേഡി ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യുന്ന സമയം മാറിപ്പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓവുലേഷൻ ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അടുത്തൊരു ദിവസം കൂടി കൊടുത്തിട്ട് അടുത്ത ദിവസം വൈകുന്നേരത്തോട്ട് എഗ്ഗ് കളക്ട് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. ഒരു ഇഞ്ചക്ഷൻ മറന്നു എന്ന് വെച്ച് ഒബ്വിയസ്ലി ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. പക്ഷേ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഡോക്ടർ. അതുകൊണ്ട് ഒരു നല്ല പരിധി വരെ ഡോക്ടർക്ക് അതിനൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. IVFന്റെ സ്റ്റിമുലേഷൻ പോകുമ്പോൾ 99% കറക്റ്റായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. ബട്ട് മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം. ഇഫ് യു ഹാപ്പൻ ടു ഹാവ് സം മിസ്റ്റേക്ക്, ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഡോക്ടർ.